രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച സ്ത്രീകളുടെ പ്രതികരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രശ്നം ഇപ്പോൾ കിടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ്. ഒളിവിൽ കോൺഗ്രസിൻ്റെ സംരക്ഷണമില്ലാതെ അയാൾക്ക് ഒളിവിൽ തുടരാൻ കഴിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിലപാട് കോൺഗ്രസ്സാണ് വ്യക്തമാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് അദ്ദേഹം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് സംബന്ധിച്ച് പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ് ആ നിലപാട് വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ച ഈ നിലപാട് അത് ആദ്യമേ സ്വീകരിക്കേണ്ടിയിരുന്നു. അത് കോൺഗ്രസ് ഇയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്ന സമയത്ത് ഇങ്ങനെയൊരു നിലപാടിലേക്ക് അവരെത്തിച്ചേരാൻ നിർബന്ധിതമായതാണ്. അതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അതേപോലെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായി ദ്രോഹിച്ചു, വലിയ തരത്തിൽ ആക്രമിച്ചു. ഒരു MLA ആണ്, MLAക്കെതിരെയാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ചതിൻ്റെ ഭാഗമായി UDFൻ്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ MLA സ്ഥാനം തുടരണോ വേണ്ടിയോ എന്നുള്ളത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവർ ഒരു നിലപാടാ കാര്യത്തിൽ വ്യക്തമാക്കണമല്ലോ. ഇങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ഒരാൾ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരണമോ? ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സഹോദരിമാരും അമ്മമാരും ഭാര്യയുമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആരോപണത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കണം കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം MLA തുടരുകയാണ്. അതിനോട് എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കണം. രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള പദവിയിൽ തുടരുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഒരു ജനപ്രതിനിധിയും ഇത്തരം ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനും സംരക്ഷണം നൽകാനും തയ്യാറാകുന്ന കോൺഗ്രസിലെ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്താണ് നിലപാട് എന്നുള്ളത് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം.